നിറച്ച് ചീവീടുകളുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ചീവീടിൻ്റെ മുഴുവൻ ചീവീടുകളാണ്. നമ്മൾ നടന്നു വേർത്ത് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം തന്നെ. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് എത്തണം. ഇപ്പം തന്നെ നോക്കും നിങ്ങൾ ഇവിടുത്തെ വ്യൂ നോക്കുന്നത്. ബീച്ചും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയില്ല. ക്യാമറയിൽ എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മുകളിലെത്തിയിട്ട് ബാക്കി ബീച്ചിലുള്ള കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം താഴെ ഇറങ്ങിയ ശേഷം. അത് ചിലപ്പം ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 വ്ലോഗായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കട്ടെ എത്രത്തോളം വരുന്നുള്ളത്. മുകളിൽ ഇതുപോലെ കാസിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ തന്നെ കുറച്ച് സമയം പോകും. പുള്ളി ഗ്രാസിയസ് എന്ന് പറഞ്ഞിട്ട് വേണം താങ്ക് യു. സ്പാനിഷിൽ താങ്ക് യു എന്നുള്ള ഗ്രാസിയസ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഇത് കണ്ടോ, പുള്ളി ഇലക്ട്രിക് വെഹിക്കിൾ പോലും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് കയറാനൊക്കെ ആയിട്ട് പലരും. പക്ഷെ ഒരു പരിധി വരെ കേട്ടോ, അതിന് മുകളിലേക്ക് നമുക്ക് ഈ സൈക്കിൾ കൊണ്ട് എത്താൻ പറ്റില്ല. ഇതിൻ്റെ കവാടം. ഈ വഴി ക്ലോസ്ഡ് ആണോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ വഴി കയറിപ്പോയത്. ഈ വ്യൂ ഒന്ന് നോക്കുക നിങ്ങൾ. ഇതിൻ്റെ മാപ്പാണ്, ചെറിയൊരു എന്താ പറയുക കാർട്ടൂൺ പോലൊരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതല്ലായിരുന്നു വഴി. അപ്പുറത്ത് ആ ക്ലോസ്ഡ് കാണിച്ചില്ലേ, അതായിരുന്നു വഴി. ഇനിയിപ്പോൾ ടിക്കറ്റൊക്കെ വരെ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. അന്ന് ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും അതൊന്ന് തുറന്നെടുക്കുകയായിരുന്നു. ഇന്നെന്നിട്ട് നമുക്ക് പോയിട്ട് നോക്കാം. ഇവിടുത്തെ പോലീസുകാരാണ് ആ സൈഡ് കാണുന്നത്. അവരുടെ വണ്ടിയാണ് ചെറിയൊരു സെഡാൻ. വ്യൂ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ മുകളിൽ പോകുമ്പോൾ എത്രത്തോളം ആയിരിക്കും. ടുക് ടുക്ക് പോകണുണ്ടോ? ഒരു ഇന്ത്യനകത്ത് ഓടിക്കണ പോകും. കുറേ ടൂറിസ്റ്റുകൾ മുകളിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ കയറി ഇറങ്ങി കാഴ്ച കണ്ട് വരണം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ വേറെ വഴി കൂടെയായിരുന്നു. അത് ഈ റോഡൊന്ന് ഓപ്പൺ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഈ കാണുന്ന കുന്നും മലയില്ലേ, ഇത് കയറിയിട്ട് ഇടവഴി കൂടെയാണ് ഞങ്ങൾ മുകളിലെത്തിയത്. പക്ഷെ ഇവിടെ ഇത്രയും വിസ്താരമായിട്ട് റോഡ് ഇവിടെ പണിത് വെച്ചിരിക്കണത് ഞങ്ങൾ സത്യം പറഞ്ഞ് അന്ന് കണ്ടില്ല. ഒരു പരുവായിട്ട് നടന്നത്. എന്നാലും ഇവിടെ കയറിയിട്ട് കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാം. മുകളിൽ നിന്ന് ഇവിടെ പലരും ഇതുപോലെ ടുക് ടുക്കിലും കാറുകളിലും വന്നിറങ്ങുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇതിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ചു. രാവിലെ 10 to 8 മണി വരെ ഓപ്പൺ ആണോ. സാന്റ ബർബാറ. നമുക്കിനുള്ളിൽ പോയിട്ട് കാഴ്ചകൾ ഞാൻ കാണിച്ചല്ലോ. ഇത് കണ്ടോ, ടുക് ടുക്കുകളും പിന്നെ കുറേ ബസ്സുകളൊക്കെ കയറിയുണ്ട് കേട്ടോ. ഇവിടേക്ക് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ കുറേ വ്യൂ പോയിന്റുകളുണ്ട് കേട്ടോ. ഇതുപോലെ സൈഡ് കണ്ടോ. നമ്മുടെ വ്യൂ കണ്ടോ ഇവിടുത്തെ. എന്താല്ലേ കാണുന്നത് ബീച്ചാണോ. ട്രാം ഓടുന്നതുകൊണ്ട് ഇടയിലെ നമുക്കിനിയും മുകളിൽ പോവാം. വേർത്തൊരു പരുവായിട്ടോ. ഇതിനുള്ളിൽ കുറേ മ്യൂസിയം പോലെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ അലിക്കാൻ്റെ സിറ്റി ആൻഡ് ബീച്ച് എന്നുള്ളൊരു അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്.
ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കട്ടെ നമുക്ക്. കുറേ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ മ്യൂസിക് കോഡ്സാണ്, പഴയ പുസ്തകങ്ങൾ. ഇവിടെ വേണ്ട പഴയ പിയാനോസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ, ഫ്രീ. എല്ലാവർക്കും കയറി കാണാൻ കഴിയണ ഒരു രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെറിയൊരു ഡിസ്പ്ലേ കണ്ടോ. ഇനിയുണ്ട് കുറേ കാണാൻ കേട്ടോ. അങ്ങോട്ടൊക്കെ പോകാം. കണ്ടോ, ഒരു ഐസ്ക്രീം ഷോപ്പ്, കുറേ സീറ്റിംഗ് സ്പേസുകളൊക്കെ ഉണ്ട്. സാധാരണ ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഇത് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടോ അവിടുത്തെ. ഏറ്റവും ടോപ്പ് ഇനിയും ഉണ്ട് കയറാനായിട്ട് കുറച്ചുകൂടെ. എല്ലാം ബീച്ചിലേക്കുള്ള വ്യൂസാണ് ഇവിടുന്ന്. ഇവിടുന്ന് ബീച്ച് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എത്ര ജനങ്ങളാണ് നോക്കുക ഇവിടെ ഇരിക്കുക. ഈ സൈഡ് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ ബീച്ചിൽ. ഹാർബറും എല്ലാം നമുക്ക് കാണാൻ കഴിയും. കണ്ടോ കെട്ടുകളൊക്കെ കണ്ടോ, പഴയ എന്താ പറയാ, ഇവിടുത്തെ ചളിയില്ലേ, പൊടിമണ്ണ്, ചളി കളിക്ക് വാരിത്തെ ചോലിയില്ലേ ഈ കാണുന്നതൊക്കെ. പക്ഷെ അത്രയും ബലമുള്ള കല്ലുകളാണ് അതൊക്കെ. അതുണ്ടോ, അതേ ഒരു സ്റ്റേജാന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട്. എന്താല്ലേ പഴയൊരു എന്തിന്റെ മെഷീനാണോ ഇത് കണ്ടിട്ട് എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നത്. ക്ലോക്കിന്റെ വല്ലതാണോ? അല്ല, പഴയ ചെയറുകളും. എന്തായാലും എത്രത്തോളം ഒരു സൂക്ഷിച്ചിരിക്കണം നോക്ക്. ഫ്ലാഗും കാര്യങ്ങളും. പഴയ ആ ഒരു കാസിലിന്റെ ഒരു പിക്ചർ ഇവിടെ എന്താ പറയാ ചിത്രീകരിച്ചിട്ടുണ്ട്. 1986 കാസിലോ ദേ സാന്താ ബാർബറ. ഇത് 1986. ഇത് 1709 കാലഘട്ടത്തില് കേട്ടോ. ഇത് 1575 കാലഘട്ടത്തില്. എന്തായാലും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടിട്ട് എത്ര വർഷം പഴക്കം ചെന്ന കാസിലുള്ളതെന്ന് നോക്ക്. 1575 കാലഘട്ടം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക്. എത്ര കാലങ്ങൾക്ക്, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. വർഷങ്ങളും അല്ല, ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇതൊക്കെ. ടൂറിസ്റ്റുകളൊക്കെ എത്തിച്ചൂടെ കയറിയിട്ടുണ്ട്. മനീഷ് ഇവിടെ എന്തുകൊണ്ട്, പക്ഷെ ഇത് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് അവിടെ നിന്ന് വരുന്നുണ്ട്. എലിവേറ്റർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതായത് അതൊരു എലിവേറ്റർ ഫെസിലിറ്റി മാത്രം ഉണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതായത് ഡിസേബിളായിട്ടുള്ള ചിലവർ ആളുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഈസി ആവാനായിട്ട് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു എലിവേറ്റർ ഫെസിലിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് വെച്ചാൽ മുകളിലെത്തിയിട്ട്. അവിടെ ചെറിയൊരു ആർക്ക് അതങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പഴയ ചെറിയൊരു ആർക്കും ദ ചേപ്പൽ ഓഫ് സാന്താ ബാർബറ. സാന്താ ബാർബറയുടെ ഒരു ചേപ്പൽ എന്നാണ് എഴുതിയിരിക്കുകയാണ്. ചേപ്പൽ മീൻസ് ആത്മാവ് അല്ലേ.
അതിവിടെ കുടികൊള്ളുണ്ടെന്നായിരിക്കും വേറൊരു കോൺസെപ്റ്റ്. നമുക്ക് മുകളിലേക്ക് കയറാം എന്തായാലും. നമ്മളങ്ങനെ നടന്ന് മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തുണ്ട് സൈഡ്? ഇവിടെ സൈഡ്, ഇവിടെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡൊക്കെ ചുമരിൽ കണ്ട എല്ലാം പണ്ടത്തെ മൺചട്ടിയുടെയൊക്കെ അവശിഷ്ടങ്ങളാണ്. ഇതെന്ത് ട്രിമ്മറിൻ്റെ കവറ് പോലില്ലേ? നമുക്കുള്ളിലോട്ട് പോകട്ടെ. അവിടെയും കുറേ ഇതുപോലെയൊക്കെ ഉണ്ട്, പഴയ ചട്ടികളും പണ്ട് ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന മൺകലങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കുറേ കാണാൻ കഴിയും. ഇവിടെ എഴുതിയുണ്ട് അവിടെ എഴുതിയിരിക്കണുണ്ടോ 5000 to 4500 BC. 5000 BC മുൻപ് അത്രയും പഴക്കമുള്ളതുണ്ട് ഇതൊക്കെ. Islamic lectures and literature. All over the UK. Let's have it. ഇതാണ് ഇവിടുത്തെ വ്യൂ. നമുക്ക് അങ്ങോട്ട് പോകാട്ടോ. ആ കാണുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോയിൽ എങ്ങനെ കാഴ്ച കാണിച്ചു തരാട്ടോ. നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാ വ്യൂ പോയിന്റിലും ഇതുപോലെ മെറ്റലും ഉണ്ട്. പണ്ടത്തെ പടയാളികളുടെ ഒരു കണ്ടോ രൂപം ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. താഴെയും ഞാൻ കണ്ടു ഈ അമ്പ് വിടണ പോലെയൊക്കെ. ഇവിടെ ഡിഫെൻഡ് ചെയ്യണ രീതിയിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലോട്ട് പോകാൻ വലിയൊരു ടവർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിമ്മ് കാര്യങ്ങൾ യൂസ് ചെയ്യണവർക്ക്. എൻ്റെ പിന്നെ സിമ്മൊന്നുമില്ല, ഇന്ത്യൻ സിമ്മ് തന്നെയാണ്. വൈഫൈ മാത്രമാണ് ആകെ യൂസ് ചെയ്യണത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പിലെ വ്യൂ കേട്ടോ. ഇവിടെ കണ്ടോ സൈഡിൽ ബീരങ്കികളുടെയൊക്കെ പണ്ടത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഇരുമ്പിൻ്റെ. ഈ സിറ്റി വ്യൂ ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് ഇവിടുത്തെ സിറ്റി. ഈ താഴെ കാണുന്നതൊക്കെ അതാണ്ടോ, അതൊക്കെ നമ്മൾ വന്ന വഴികളാണ്. ഇനി ഇതൊക്കെ ഇറങ്ങി വേണം ഇവിടെ നിന്ന് പോകാനും. കുറേ നല്ല ഫോട്ടോ ഫ്രെയിമാണ് ഇവിടെ ഈ സൈഡൊക്കെ. ഇതുണ്ടോ മുകളിൽ ഇതിപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ, ഇത് ക്ലോസ് ചെയ്തു വരും. പണ്ട് ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നു, പക്ഷെ അതിപ്പോൾ ഓപ്പൺ അല്ല. ഒരുപാട് ടൂറിസ്റ്റുകൾ മോള് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉച്ചയായ സമയം 1:30 വെയിലും എന്താ പറയുക, ഈ മലയും കയറി വരിക എന്ന് പറയണതില്ലേ നിസ്സാര ഒരു പരിപാടിയല്ല. ഈ ഉച്ചയ്ക്ക് കഴിച്ചതെല്ലാം ദഹിച്ചു. പക്ഷേ നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴെ പോവാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചിലെ കാഴ്ചകൾ കാണിച്ചു തരാം. അവിടുത്തെ സ്ട്രീറ്റിലെ കാഴ്ചകൾ, സ്ട്രീറ്റിലെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. സാന്താ ബാർബറ കാസ്റ്റിൽ അങ്ങനെ നമ്മൾ 2 വട്ടം വന്നു കഴിഞ്ഞു. സ്പെയിനിലെ അലിക്കാൻഡിയിൽ കേട്ടോ. ഒരു തീരദേശ പ്രദേശം, പിന്നെ അനുസരിച്ച് കുറേ എന്താ പറയുക
മൗണ്ടെയിൻ ക്ലൈമ്പിങ്. ഇത് കഴിഞ്ഞാൽ ബീച്ചിൽ പോയി ഒരു കുളി, അതിന് ബെറ്ററാണ് ഇവിടെ. എല്ലാവരും അത് തന്നെയായിരിക്കും കൂടുതലും ചെയ്യുക. പക്ഷെ നമ്മൾ ബെറ്റർ ഈ ബീച്ചിൽ പോയി കുളിക്കണ പരിപാടിയൊന്നുമില്ല. കാരണം ബീച്ചിൽ കുളിക്കാനിറങ്ങിയ അത്രയും സമയം നമുക്ക് വേണം. സമയമുണ്ട്, പക്ഷേ ഒരു പരിവോ ഈ വെയിലത്ത്. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് വേണ്ടി ഇറങ്ങാം. ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഈ വ്യൂ കണ്ടോ നിങ്ങൾ? ആ ഫ്രെയിം അടിപൊളി ഫ്രെയിം ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ബീച്ചാണ് ആ കാണുന്നത് താഴെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. സത്യം പറഞ്ഞ് ഇവിടെയൊക്കെ എന്തെങ്കിലും ബാരിക്കേഡുകൾ പോലെയല്ലേ നിർമ്മിച്ച കൊള്ളാമെന്നുണ്ട് ഈ സൈഡൊക്കെ. എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ കുറേയൊക്കെ. കാരണം ഇവിടെ നിന്നൊക്കെ വീണാലേ ഫുൾ കല്ലുകളാണ് കേട്ടോ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. ഇതാണല്ലോ ഞാൻ പറഞ്ഞ മറ്റേ അമ്പ് പറഞ്ഞത്. ഇതുപോലെ കുറേ ഉണ്ട് അവിടെ കാഴ്ചകളൊക്കെ. സൈഡ് കണ്ടോ, അവിടെ കഫേസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, റെസ്റ്റോറൻറ്റ്സൊക്കെ. വന്ന വഴി താണത്, ആ വഴി തന്നെ നമുക്ക് ഇറങ്ങിപ്പോകണം. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി ബീച്ചിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബീച്ചിൽ ഒരുപാട് ജനങ്ങളുണ്ട്, പക്ഷെ നമ്മൾ കുളിക്കണമൊന്നുമില്ല. അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. മാക്സിമം നമുക്ക് എത്രത്തോളം പകർത്താൻ പറ്റുമോ അത്രത്തോളം പകർത്തി ഞാൻ കാണിച്ചു തരാം. ഈ കാസിലെ കാഴ്ച നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു.